നീയാണെങ്കിൽ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കൂ? അയ്യോ, ഇപ്പോഴത്തെ പെൺകുട്ടികളെ സമ്മതിക്കണം. ആരും ആശ്രയത്തിനല്ലേ, പിന്നെ എന്ത് ചെയ്യും? നീ ആ കുട്ടിയോട് ഇങ്ങോട്ടിരിക്കാൻ പറ. ഇവിടെ ഇരിക്കാം. വരൂ. നീർപ്പ് നീങ്ങി. എങ്ങോട്ടാണ്? തിരുവനന്തപുരത്ത്. ഞങ്ങളും അതെ. എന്താ പേര്? രാധ. റിസർവേഷൻ ഉണ്ടല്ലേ? ഇല്ല. അയ്യോ, ഇത് റിസർവേഷൻ കമ്പാർട്ട്മെന്റാണല്ലോ. എന്റെ കയ്യിൽ ടിക്കറ്റ് പോലും ഇല്ല. സാരമില്ല, നമുക്ക് 3 ബർത്തുണ്ടല്ലോ. ലോവർ ബർത്തിൽ ആ കുട്ടി കിടന്നോട്ടെ, ഞാൻ മുകളിൽ കിടക്കാം. TTR വരുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം. രാധേ, എന്തിനാ രാധ കരയുന്നേ? എന്ത് പറ്റി രാധ? ചേച്ചി, പറയാവുന്നതാണെങ്കിൽ എന്നോട് പറയും. ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും ഇത്തരം ഒരു അനുഭവം ഉണ്ടാകരുത് ചേച്ചി. മകളുടെ പച്ച മാംസം കൊതിച്ച് ഒരു വേട്ടക്കാരനെ പോലെ നടക്കുന്ന ഒരച്ഛനെ കുറിച്ച് ചേച്ചി ഒന്ന് ഓർത്തു നോക്ക്. അച്ഛനെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ 2ാമത് വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവ്. എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ ഒരു മകളോടുള്ള പെരുമാറ്റമല്ലായിരുന്നു അയാൾക്ക് എന്നോട്. എന്താടി ഇത്ര രസിച്ച് വായിക്കുന്നത്? പല പ്രേമകഥകളായിരിക്കും അല്ലേ? നീ എന്താടി പന്തം കണ്ട പരിചയ പോലെ നോക്കുന്നത്? ഇങ്ങോട്ട് വാടി. രക്ഷപ്പെട്ടു. അയാൾ എന്റെ പിന്നാലെ കുറെ ദൂരം ഓടിക്കാണും. ഭാഗ്യത്തിന് വണ്ടി കിട്ടി. തിരുവനന്തപുരത്ത് ആരുണ്ടോ? വേണുവേട്ടൻ. അമ്മാവിന്റെ മകനാ. എന്റെ വേണുവേട്ടൻ മാത്രമേ എനിക്കിനി ഒരു ആശ്രയമുള്ളൂ. വേണു തിരുവനന്തപുരത്ത് എവിടെയാ താമസം? അഡ്രസ് അറിയാമോ? വേണുവേട്ടന്റെ അഡ്രസ് എന്റെ കയ്യിലില്ല. എന്ത് ജോലിയാ? മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. ഏതായാലും രാധ സമാധാനമായി കിടന്നുറങ്ങും. നേരം വെളുക്കട്ടെ, നമുക്ക് അന്വേഷിക്കാം. ഇല്ലാത്ത വരൂ ആന്റി, ഇതാ ഞങ്ങളുടെ വീട്. വരൂ രാധ. ബാങ്കിൽ പോകുന്ന സമയമായി. ഞാനൊന്ന് കുളിച്ചിരിക്കട്ടെ. വരൂ ആന്റി. ആന്റിയുടെ കയ്യിൽ നിന്ന് വിടുമോളെ. ആന്റി വരും. രാധ വേണമെങ്കിൽ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കൊള്ളൂ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ലല്ലോ. ടവല് സോപ്പ് ഇതിനകത്ത് തന്നെ ഉണ്ട്. രാധയ്ക്ക് മാറാൻ സാരി എടുത്തോണ്ട് വരാം. എന്താ രാധ? ഇത് രാധയുടെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. വരും മോളെ. മോക്ക് കുളിക്കണ്ടേ? ഞാൻ ആന്റിയുടെ കൂടെ കുളിച്ചോളാം. ഇതിൽക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി. ഇനി രാധയുടെ പാടായിരിക്കും.
ഒരിടത്തും അവൾ വിടില്ല. ആ, ഞാൻ പോയി സാരി എടുത്തോണ്ട് വരാം. വാ ആന്റി, കുളിക്കാം. എന്തോ ഞാൻ പോകുന്നേ. എന്താ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും? ഇല്ല, ബാങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. മോളെ എവിടെ മോളെ? ഈ ഡാഡിക്ക് ഒരു ഉമ്മ കൊടുക്കണമെങ്കിൽ എന്തും പാടാ. ഞാനിന്ന് വേഗം വലുതായിരുന്നെങ്കിൽ എനിക്ക് നിന്ന് ഉമ്മ കൊടുക്കാമായിരുന്നു. അന്തി മമ്മി, ബാങ്കിലേക്ക് പോകുന്ന വഴി വേണുവിനെ ഒന്ന് അന്വേഷിക്കാം. രാത്രി ധൈര്യമായിട്ടിരിക്കും. ഞാൻ പോട്ടെ. വരൂ രാധേ, കാപ്പിടിക്കാം. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് മിസ്റ്റർ വേണുവിനെ അറിയാവോ? ഇല്ല. എവിടെ അന്വേഷിച്ച വിവരം അറിയാം? അവരുടെ അസോസിയേഷനിൽ പോയി അന്വേഷിച്ച അവരുടെ വിവരം അറിയാം. താങ്ക് യു. വേണു മദ്രാസിൽ ഒരു കോൺഫറൻസിൽ പോയിരിക്കുകയാണ്. പുള്ളി എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാം. ഫ്രം അഡ്രസ് എനിക്കറിയില്ല. വന്നാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യും. എന്ന് വരുമെന്നറിയാമോ? കൃത്യമായി പറയാൻ പറ്റില്ല. ശരി, ഞാൻ പിന്നീട് ഒന്ന് കണ്ടോളാം. ബൈ. എന്തോ എന്തോ എന്തായി? വേണുവിന്റെ വല്ല വിവരവും കിട്ടി? ഇല്ല. അയ്യോ, രാധ ഇപ്പോഴേ നെർവസാണ്. ഇതുകൂടി കേൾക്കുമ്പോൾ. വേണു മദ്രാസിൽ കോൺഫറൻസിൽ പോയിരിക്കുകയാണെന്നാണ് അവരുടെ അസോസിയേഷൻ അറിയാൻ കഴിഞ്ഞു. രാധേ, രാധേ, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ. എഴുന്നേൽക്കൂ. നമുക്ക് വേണുവിനെ കണ്ടുപിടിക്കാം. രവിയേട്ടൻ അന്വേഷിക്കുന്നുണ്ട്. വേണുവേട്ടനെ കണ്ടില്ലെങ്കിൽ ഞങ്ങളൊക്കെ എവിടെയില്ലേ? ഞാനൊരു അനാഥയാണ് ചേച്ചി. അങ്ങനെ വിചാരിക്കരുത്. നിനക്ക് എത്രയെങ്കിലും ബന്ധങ്ങൾ ഈ ലോകത്തുണ്ടല്ലോ. എന്റെ കല്യാണം കഴിയുന്നതുവരെ എനിക്കാരുമില്ലായിരുന്നു. അച്ഛനും അമ്മയും ആരും. ഈശ്വരൻ നിന്നെ കൈവിടില്ല. നീ വിഷമിക്കാതിരിക്കൂ.